Hi friends, Comtech സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ഇപ്പോൾ ഇന്റർഫേസ് കോൺഫിഗർ ചെയ്തു, നമ്മൾ DHCP സെർവർ കോൺഫിഗർ ചെയ്തു. ഇതാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ഇതിനകത്ത് ഇനി എങ്ങനെ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് റൂൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് റൂൾസ് ആൻഡ് പോളിസീസിൽ നമുക്ക് പോവാം. ഇതിനകത്ത് നമുക്ക് ഫയർവാൾ റൂളിനകത്താണ് നമുക്ക് നെറ്റ്വർക്ക് റൂൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ന്യൂ റൂൾ ഫയർവാൾ റൂള് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് അപ്പോൾ നമുക്ക് നെറ്റ് കിട്ടാനായിട്ട് ഇന്റർനെറ്റ് റൂൾ അല്ലെങ്കിൽ നമുക്ക് എന്താണോ പേര് കൊടുക്കേണ്ടത് അത് കൊടുക്കാം. നമുക്കിവിടെ റൂൾ സ്റ്റാറ്റസ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എനേബിൾ ചെയ്തേക്കാണ്. അതിന് റൂൾ നെയിം കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുക്കുക മനസ്സിലാക്കാനായിട്ട്. റൂൾ പൊസിഷൻ, ഈ നമ്മുടെ ഫയർവാളിനകത്ത് റൂൾ വർക്ക് ചെയ്യുന്നത് ടോപ്പ് ടു ബോട്ടം ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വല്ല റൂൾ ഉണ്ട്, അതിൻ്റെ താഴെയാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബോട്ടം ആക്കാം. ഇതെല്ലാം നമുക്ക് ടോപ്പിലാണ് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ കൊടുക്കാം. ആക്ഷൻസ് അക്സെപ്റ്റ് ആണോ ഡ്രോപ്പ് ആണോ റിജക്റ്റ് ആണോ എന്നുള്ളത് നമുക്കിപ്പോൾ അക്സെപ്റ്റ് ആണ്. അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക. ലോഗ് ട്രാഫിക്, ഫയർവാൾ ട്രാഫിക് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലോഗിനകത്ത് ടിക്ക് ചെയ്യുക. റൂൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ്, അതായത് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള റൂളെല്ലാം കൂടിയിട്ട് ഒരു ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യാം. അതല്ല വേറെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള റൂളെല്ലാം സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഗ്രൂപ്പ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ഗ്രൂപ്പ് ഒന്നും വേണ്ടെങ്കിൽ നണ്ണ് കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ നെറ്റ്വർക്കിൻ്റെ സോണും എന്താണ് നെറ്റ്വർക്ക് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ. അതായത് സോഴ്സ് സോൺ എന്ന് പറയുന്നത് എപ്പോഴും ട്രാഫിക് ഒറിജിൻ ചെയ്യുന്ന സ്ഥലമാണ്. അതായത് എവിടെ നിന്നാണോ ട്രാഫിക് ജനറേറ്റ് ചെയ്യുന്നത് അതാണ് സോഴ്സ് സോൺ. അപ്പോൾ നമുക്കെപ്പോഴും ഇപ്പോൾ നമ്മൾ ഇന്ന് എഴുതാൻ പോകുന്നത് ഇന്റർനെറ്റ് റൂളാണ്. അപ്പോൾ നമുക്കെപ്പോഴും ലാനിൽ നിന്നാണ് നമ്മുടെ സോഴ്സ് സോൺ എന്ന് പറയുന്നത് ലാനാണ്. അപ്പോൾ നമുക്കിവിടെ ലാൻ സെലക്ട് ചെയ്യാം. നമുക്ക് മൾട്ടിപ്പിൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ സോണായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോൺ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ലാൻ സെലക്ട് ചെയ്യാം. മൾട്ടിപ്പിൾ സോണുകൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ലാൻ സെലക്ട് ചെയ്തു. സോഴ്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇനിയാണ്. നമുക്കത് മാറ്റി നമുക്ക് ഇത്രയും IP വേണമെങ്കിൽ കൊടുക്കാം. IP ആയിട്ട് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ IP റേഞ്ച്, IP ലിസ്റ്റ്, MAC അഡ്രസ്സ്, MAC ലിസ്റ്റ്, ഹോസ്റ്റ് ഗ്രൂപ്പ്, നെറ്റ്വർക്ക്, FQDN ഹോസ്റ്റ്, കൺട്രി ജനറേറ്റർ, ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നമ്മുടെ ഈ ലാൻ സോണിലുള്ള എല്ലാ സിസ്റ്റത്തിനും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇനി കൊടുക്കാം. അതല്ല നമുക്ക് സെലക്റ്റഡ് ഡിവൈസിന് മാത്രം, സെലക്റ്റഡ് IPക്ക് മാത്രമാണെങ്കിൽ അങ്ങനെ IP ലിസ്റ്റ്, MAC വെച്ചിട്ടാണെങ്കിൽ MAC ലിസ്റ്റ്, അങ്ങനെ നമുക്കിവിടെ ഡിവൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇനിയാണ് കൊടുക്കുന്നത്. ടൈം, ഡ്യൂറിങ് ഷെഡ്യൂൾ ടൈം, നമുക്ക് ടൈം വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ഇത്ര ഡേ വർക്കിംഗ് അവേഴ്സ് 5 ഡേ മതി, അതല്ലെങ്കിൽ 6 ഡേ വർക്ക് അവേഴ്സ് മതി, അല്ലെങ്കിൽ ഓൾ ദ വീക്ക് ഡേയ്സ്, നമുക്ക് അങ്ങനെ എങ്ങനെയാണോ നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഓൾ ദ ടൈമാണ് കൊടുക്കുന്നത്. പിന്നെ ഡെസ്റ്റിനേഷൻ സർവീസ്, അതായത് നമുക്ക് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്റർനെറ്റ് ആണ്. അതായത് വാൻ സോൺ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വാൻ സെലക്ട് ചെയ്തു. ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക്, ഇത് നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ വാനിലുള്ള ഏതെങ്കിലും IPക്കോ അല്ലെങ്കിൽ MAC ലിസ്റ്റോ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എനിക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാനിവിടെ ഇനിയാണ് കൊടുക്കുന്നത്. അതേപോലെ സർവീസ്, നമുക്ക് ഏത് സർവീസസ് ഒക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ ഓൾറെഡി ഡിഫോൾട്ട് കുറേ സർവീസസ് ഉണ്ട്. ഇപ്പോൾ DNSൻ്റെ സർവീസ് ഉണ്ട്, അതുപോലെ HTTP, HTTPS അങ്ങനെയുള്ള സർവീസെല്ലാം നമുക്കിവിടെ കാണാം. എനിക്കിപ്പോൾ ഇവിടെ എല്ലാ സർവീസും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇനിയാണ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റ് നമ്മുടെ ലാനിൽ നിന്ന് നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് കൂടുതൽ സെക്യൂരിറ്റി വേണമെന്നുണ്ടെങ്കിൽ വെബ് ഫിൽറ്ററിങ് ആഡ് ചെയ്യാൻ പറ്റും നമുക്കിവിടെ. പിന്നെ അതുപോലെ ആപ്ലിക്കേഷൻ ഫിൽറ്ററിങ്, ട്രാഫിക് ഷേപ്പ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമുക്ക് അടുത്തതിൽ പഠിക്കാം. ഇത്രയും അങ്ങനെ അഡീഷണൽ ഫീച്ചേഴ്സ് ഇത്രയുണ്ട്. ഇതിനെക്കുറിച്ചുള്ളതെല്ലാം നമുക്കൊരു അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ നിലവിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റ് കിട്ടാനുള്ള റൂളായി. ഇതാണ് നമ്മുടെ ഫയർവാൾ റൂൾ വരുന്നത്. കൂടാതെ നമുക്കൊരു നാറ്റ് റൂൾ കൂടി വേണം, എന്നാലാണ് നമുക്ക് ഇന്റർനെറ്റ് കിട്ടുള്ളൂ. ബൈ ഡിഫോൾട്ടായിട്ട് ഫയർവാളിനകത്ത് ഡിഫോൾട്ട് നാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റൂൾ ഉണ്ടാവും. അതിനകത്ത് നമുക്ക് ഇൻബൗണ്ട് ഇന്റർഫേസും പോർട്ട്, അതായത് ഇൻബൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഇനിയാണ് നമ്മുടെ ഏതൊക്കെ ലാൻ ആണോ സോൺ ആണോ അത്. ഔട്ട്ബൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വാൻ ഇന്റർഫേസ്, അതാണ് നമുക്ക് സെലക്ട് ചെയ്ത്. ബൈ ഡിഫോൾട്ട് ഫയർവാളിനകത്ത് ഉണ്ടാവും, നമുക്ക് കോൺഫിഗർ ചെയ്യേണ്ട. അതിനകത്ത് അഡീഷണൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നാറ്റ് റൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ജസ്റ്റ് നെറ്റ് കിട്ടാനായിട്ട് നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.